കെ ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് മോർഫ് ചെയ്തൊരു വീഡിയോ ഇല്ല, മറിച്ച് ഞാൻ പറഞ്ഞത് ഒരു പോസ്റ്ററെ കുറിച്ചാണ്. അല്ലെ, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം. കാരണം അത് ഉണ്ടാവരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞങ്ങളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആരും കണ്ടതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാധനം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, സന്തോഷം. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. ഇനിയിപ്പോൾ ആ പോസ്റ്ററിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അങ്ങനെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മോശക്കാരിയാക്കിയിട്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ വന്ന് മത്സരിക്കുന്നവരല്ല ഞങ്ങളാരും. അപ്പോൾ അതില്ല എന്ന് തിരിച്ചറിയുകയും അതില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ഇറ്റ്. ഞാൻ അതിനെ നല്ല കാര്യം എന്ന് വിളിക്കും. ടീച്ചർ പറയുന്നത് ആ പോസ്റ്റർ ഉണ്ട്, അത് കുടുംബ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. നിങ്ങൾ കണ്ടിരുന്നു? നിങ്ങൾ കണ്ടിരുന്നു? അതിൽ പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെയും ടീച്ചറുടെയും കൂടി ചിത്രം ചേർത്ത് വെച്ച ഒരു പോസ്റ്ററാണെന്നാണ്. നിങ്ങൾ കണ്ടിരുന്നു? ഞാൻ സത്യമായിട്ട് ചോദിക്കുക, കണ്ടിരുന്നു? വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാധനം നിങ്ങൾ ആരെങ്കിലും കാണാതിരിക്കൂ? എൻ്റെ സ്വാഭാവികമായിട്ടൊരു സംശയമാണ്, നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു 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 വ്യാപകമായ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രചരണം ആരും കണ്ടിട്ടില്ല. അതും ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുത്തോട്ടെ. അതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ. ഞങ്ങൾക്ക് പ്രശ്നം അതല്ല. ഞാൻ മനസ്സറിവില്ലാത്തൊരു കാര്യം, ഇപ്പോൾ ആദ്യം ഞാൻ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പോസ്റ്റുകൾ വന്നു, എന്തുമാത്രം ബുദ്ധിജീവികൾ പ്രതികരിച്ചു. ഇന്നാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അപ്പോൾ ഇതുവരെ അതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിച്ചതിന്, എന്നെ തെറി വിളിച്ചതിന്, ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ പിന്നെ വന്നിട്ട് അതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഉപദേശിച്ചതിന്, മാധ്യമങ്ങളിലെ വൈകിട്ടുള്ള ചർച്ചകളിൽ പോണെന്ന് വരെയുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ? ഉണ്ടോ ഇല്ലോ? ഞങ്ങളാണോ പറഞ്ഞത്? നിങ്ങൾ സത്യമായിട്ട് പറയണം. പോണെന്ന് വരെയുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ? അതിനാരെങ്കിലും മാപ്പ് പറയുമോ? അല്ലെങ്കിൽ അതിലാരെങ്കിലും ഖേദം രേഖപ്പെടുത്തുമോ? അതിലാർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? ഇതൊരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. ഇന്ന് അതേ സമയം ഇന്ന് പിന്നെ വടകരയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കെ രമ നടത്തിയ പത്രസമ്മേളനം, ഒരാൾ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ അവർ നടത്തിയത്. ടീച്ചർ പറഞ്ഞ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, എങ്കിലും ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. പക്ഷേ അതിൽ UDF സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ് എന്ന് അവർ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തില്ലേ? എന്നിട്ട് അതിനെപ്പോലും ഇന്നലെ വൈകുന്നേരം മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ? ഷാഫി പറമ്പിലിനെതിരെ കെ രമ പത്രസമ്മേളനം നടത്തി. നിങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരല്ലേ? അവരങ്ങനെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കവിടെ പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ അത് ഒരു 1.5 മിനിറ്റിൻ്റെ വീഡിയോ ഒരു 50 തവണയെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നടത്തിയിരിക്കുക. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വാക്ക് വെച്ച് മുറിച്ചിരിക്കുക. അപ്പോൾ അതിനൊന്ന് തള്ളി പറയാൻ തയ്യാറാവണ്ടേ? ടീച്ചർക്കെതിരെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കെ രമ പറഞ്ഞു. അപ്പോൾ രമ്യ ഹരിദാസിനെതിരെ നടക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടും തെളിവും സഹിതം പറഞ്ഞു. ഇവിടുത്തെ ഒരു MLAയുടെ മകനൊക്കെ പഴയ MLAയുടെ മകനൊക്കെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും കമൻറ്റൊക്കെ നിങ്ങൾ വായിച്ചിരുന്നു. അതിനൊന്ന് തിരിച്ചും തള്ളി പറയണ്ടേ? അപ്പോഴല്ലേ ഇതൊരു പോളിസി ഒരു സ്റ്റാൻഡായി മാറുകയുള്ളൂ. അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു അഭിപ്രായം ആവരുതല്ലോ വ്യക്തിഹത്യയെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ. ഇപ്പം എന്തായാലും വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു, സന്തോഷം. ഇത്രയും നാൾ അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ ഉണ്ടായ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് എന്താണ് മറുപടി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ജനങ്ങൾക്ക് ഇടയിൽ അതില്ല എന്നുള്ളത് വന്നാൽ മതി. ഉണ്ടാവരുതെന്ന് തന്നെ ആഗ്രഹിച്ചത്. ടീച്ചർ പറയുന്ന മറ്റൊരു കാര്യം, കെ രമയെ അധിക്ഷേപിച്ച പോലെ അല്ലെങ്കിൽ ഉമ്മ തോമസ് അധിക്ഷേപിച്ച പോലെയല്ല, തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള നീക്കമാണ് ഈ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ അങ്ങനെയാണോ അവർ പറയേണ്ടത്? കെ രമ ഇത്ര ശക്തമായിട്ടൊരു മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ താൻ കണ്ടിട്ടില്ലെങ്കിലും ഒരു വനിതാ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുഖവിലക്കെടുക്കുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാൻഡ് പറയുമ്പോൾ കെ രമയ്ക്കെതിരെ ആകുമ്പോൾ അവൻ തന്നെ തകർക്കാൻ പാടില്ല എന്ന് മാത്രമാണോ അത്ര സീനിയോറിറ്റിയുള്ളൊരു നേതാവ് പറയേണ്ടത്? അത് ഇച്ചിരി കോൺട്രഡിക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആ അഭിപ്രായം ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി തന്നെ ഒന്നും കൂടെ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. ഞാനതിൽ വേറെ കമൻറ്റ് പറയുന്നില്ല. കെ രമക്കും ഇല്ലേ ജീവിതവും രാഷ്ട്രീയവും ഭാവിയും ഒക്കെ. അതിനപ്പുറത്തേക്ക് അവരൊരു ആസ് എൻ ഇൻഡിവിജ്വൽ അവർ അസംബ്ലിക്ക് അകത്തും പുറത്തും നേരിടേണ്ടി വന്നതും, പിന്നെ ഈ പറയുന്ന ആരെങ്കിലും മോശപ്പെട്ടൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭാവിക്കൊരു അപകടവും വരുത്തില്ലായിരുന്നു. കാരണം അപ്പോൾ ആളുകൾക്ക് അതിനോട് പിന്നെ ഉണ്ടാക്കിയവരോട് വിരോധമാണല്ലോ തോന്നുന്നത്. ആ വിരോധം ഞങ്ങളോട് തോന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അറിയാത്ത കാര്യം എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അത് തലയിൽ വെച്ചത്.